ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ കട്ടൻകാത്തൊക്കെ കുടിച്ച് ഈ അടിപൊളി മീൻകറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്ന് സഡോണാണ്, കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ 5 മണിക്കൂർ വരിക. അപ്പോൾ നേരത്തെ എണിച്ച് മീൻകറിക്കില്ല തേങ്ങയൊക്കെ അരച്ച് വെച്ച് അപ്പോൾ ഏതായാലും മീൻകറിയും വെക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചപ്പാത്തിക്ക് അതൊരു കറിയാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കറി അങ്ങനെ വെച്ച് മീൻകറി കാണണ്ടേ എൻ്റെ സ്റ്റേജ്. അപ്പോൾ എൻ്റെ മീൻകറി സെറ്റ് ചെയ്യാണ് കേട്ടോ. എൻ്റെ മീൻകറി എങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഉലുവയിടുക കേട്ടോ. 2 മണി ഉലുവയിടുക. കൂടുതലിട്ട് കഴിഞ്ഞാൽ കൈപ്പടിക്കും കറിക്ക്. അപ്പോൾ അതിക്ക് കുറച്ച് ചെറിയ ജീരകം, അത് പൊട്ടിയതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി ചതച്ചതും അതിട്ട് നന്നായിട്ട് വണക്കുക കേട്ടോ. അത് നന്നായിട്ട് വാട്ടിയതിൻ്റെ ശേഷം കുറച്ച് തക്കാളി ഇടുക. തക്കാളി വാട്ടിയതിൻ്റെ ശേഷം നന്നായിട്ട് വാട്ടിയിട്ട് ആ പച്ചമണക്കൊന്ന് പോയതിൻ്റെ ശേഷം കുറച്ച് ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതേമാതിരി ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ടിട്ട് അത് നന്നായിട്ട് ഗ്യാസ് സ്ലോ ആക്കണം കേട്ടോ. സ്ലോ ആക്കിയതിൻ്റെ ശേഷം അത് നന്നായിട്ട് വണക്കിയെടുക്കുക കേട്ടോ. എന്നിട്ടേക്ക് കുറച്ച് പുളി ഒഴിക്കുക. പുളി ഒഴിച്ച് അത് നന്നായിട്ട് പുളി ഒഴിച്ചതിൻ്റെ ശേഷം അത് നന്നായിട്ടൊന്ന് തിളക്കണം കേട്ടോ. തിളച്ച് കഴിഞ്ഞ് ഞാൻ മീനിൻ്റെ തലയും വാലും എടുത്തിക്കണേ. അതേമാതിരി 4 മീനുമാണ് എടുത്തിക്കണേ. അപ്പോൾ അതിട്ടുകൊണ്ട് മീൻ കറി വെക്കാൻ. കറിയത്തെ മീനൊന്നും ആരും കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിട്ടിട്ട് അത് കറി വെച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് നന്നായിട്ട് തളിച്ചതിൻ്റെ ശേഷം തേങ്ങ ഉണ്ടായിരുന്നു, അരച്ച് വെച്ചു. കറണ്ട് പോകുന്നവരെ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിച്ചിട്ടോ. അപ്പോൾ മീൻ കറി സെറ്റായി. അപ്പോൾ ആ തിളച്ച് വരുന്ന നേരത്തെ കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് അത് നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ചതിൻ്റെ ശേഷം ചപ്പാത്തി അപ്പത്തെ അടുപ്പിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാക്കിയെടുത്ത് ചപ്പാത്തി ചൂടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയും മീൻ കറിയാണ് കേട്ടോ. ഒന്ന് രാവിലെ മുട്ടക്കറി ഉണ്ട്. മുട്ടക്കറി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇപ്പോൾ അത് അവർ എണീക്കുമ്പോഴത്തേക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഞാൻ അതിരാവിലെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മീൻ കറിയും ചപ്പാത്തി ഞാൻ കഴിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ മീൻ കറി ചപ്പാത്തിക്ക്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മീൻ കറി, ചപ്പാത്തി, മീൻ കറിയും ദോശ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉച്ചക്ക് ചോറ് കഴിച്ച് മീൻ പൊരിച്ചതും ചോറും മീൻ കറി കേട്ടോ. ഒരു കറി വെച്ചാൽ 2 നേരം 3 നേരമൊക്കെ കൂട്ടും കേട്ടോ. ഞങ്ങൾ പുറത്ത് പോയ ഭയങ്കര മഴ. അപ്പോൾ പുറത്ത് ഭയങ്കര മഴയാണ് കേട്ടോ. നല്ല മഴയുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് ഭയങ്കര സൗണ്ട് കേട്ടോ, വെള്ളം വീണ സൗണ്ട്. അപ്പോൾ ഒരു കവറുണ്ട്. ആ പൈപ്പിൽ ചുറ്റിയ വെള്ളം വീണ സൗണ്ട് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഞാനും അവരും അങ്ങനെ പൈപ്പിൽ ചുറ്റാനും വേണ്ടി വന്നതാണ് വാർപ്പിൻ്റെ മുകളിലേക്ക്. അങ്ങനെ ചുറ്റി. അങ്ങനെ കവർ കെട്ടി. അപ്പം ഇനി ഞങ്ങൾ പുഴ കാണാൻ പോവുകയാണ്. നല്ല മഴയുണ്ട്. അപ്പോൾ ജ്യേഷ്ഠൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പുഴ. അപ്പോൾ ഞങ്ങൾ പുഴയൊക്കെ കണ്ട് തിരിച്ച് ജ്യേഷ്ഠൻ്റെ വീട്ടിലോട്ട് വന്ന് അവിടുന്ന് ചായയൊക്കെ കുടിച്ച് അപ്പോൾ പുറത്തിറങ്ങി നിൽക്കുന്ന നേരത്ത് കുറേ മുരിങ്ങ തെഴുത്ത് നിൽക്കണം. അങ്ങനെ മുരിങ്ങ കണ്ടാൽ ഞങ്ങൾ വിടില്ല കേട്ടോ. ഞങ്ങളെ മുതലാണത്. അങ്ങനെ മുരിങ്ങ എടുത്തെങ്ങാണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീണ്ടും ചള കാണാൻ